ചികിത്സ കിട്ടാതെ കൊല്ലം ചവറ സ്വദേശി വേണു മരിച്ചതിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. സാമൂഹിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജിന് വരെ വീഴ്ചയുണ്ടായെന്ന് DME നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ജീവനക്കാർക്കുൾപ്പെടെ വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തിയിട്ടും റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശയില്ല. അപൂർണമായ റിപ്പോർട്ടിനെതിരെ നിയമ നടപടി തുടരുമെന്ന് വേണുവിന്റെ ഭാര്യ മീഡിയ വണിനോട് പ്രതികരിച്ചു. 2025 നവംബർ 5 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് ചികിത്സ കിട്ടാതെ വേണു മരിച്ചത്. ഭാര്യയുടെ പരാതിയിൽ നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണത്തിൽ സർക്കാർ ആശുപത്രികൾക്കും ജീവനക്കാർക്കും വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തി. ആദ്യമെത്തിച്ച ചവറ CHCയിൽ രോഗം കണ്ടെത്താനായില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ. ഗുരുതരാവസ്ഥയിൽ വേണുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ ICUവിൽ പ്രവേശിപ്പിക്കാത്തതും അടിയന്തര ആൻജിയോപ്ലാസ്റ്റി ചെയ്യാത്തതും ജീവൻ നഷ്ടപ്പെടാൻ കാരണമായെന്നും കണ്ടെത്തൽ. കുറ്റക്കാർക്കെതിരെ നടപടി നിർദ്ദേശിക്കാത്ത റിപ്പോർട്ടിൽ കുടുംബത്തിന് പൂർണ്ണ തൃപ്തിയില്ല. മെഡിക്കൽ സയൻസിന്റെ ഫീൽഡിന്റെ ഭാഗത്ത് തന്നെ ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും വേദനയാണ് തോന്നുന്നത് നമുക്ക്. ഇനി ഈ റിപ്പോർട്ടിന്റെ ഭാഗത്ത് വായിച്ചിട്ട് ഇനിയും ഇതിന് ഒരു മറുപടി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇനിയും മുമ്പോട്ട് തന്നെ പോകാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗുരുതര വീഴ്ച കണ്ടെത്തിയിട്ടും ജീവനക്കാരുടെ പെരുമാറ്റവും സംസാരവും ഇടപെടലും മെച്ചപ്പെടുത്തണമെന്നത് മാത്രമാണ് സമിതി നിർദ്ദേശിക്കുന്നത്. വേണുവിന്റെ ജീവൻ രക്ഷിക്കാനായി 3 ആശുപത്രികൾ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല. നീതി ലഭിക്കും വരെ നിയമപോരാട്ടം തുടരാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.